എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിടൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയായി നീ കടലിരിക്കണമേ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷകർത്താക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ LKG മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ആര്യൻ താക്കൂർ, പ്രശസ്ത സാഹിത്യകാരി പ്രിയ ASന്റെ ഉള്ളിത്തീയലും 9ന്റെ പട്ടികയും എന്ന കഥ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തതിന്റെ അതിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ, ഞങ്ങളുടെ എല്ലാവരുടെയും മാർഗദർശിയായ പ്രൊഫസർ സി സുമംഗല ദേവിയാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ മെന്ററാണ്. മാഡത്തിനെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ യോഗത്തിലെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയ AS ആണ്. മലയാളത്തിന്റെ പ്രശസ്തയായ സാഹിത്യകാരിയാണ്, പ്രശസ്ത സോഷ്യൽ വർക്കറാണ്. രൂപ ജോർജ് മാഡം വലിയൊരു സംരംഭകയാണ്. എറണാകുളത്തുള്ള എല്ലാ വിദ്യാലയങ്ങളിലും മാഡത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. എപ്പോഴും എല്ലാവർക്കും ഒരു ഊർജ്ജമാണ് മാഡം പോകുന്ന വഴിയൊക്കെ കയറിയിട്ട് നമുക്ക് നല്ല നല്ല ഐഡിയാസ് ഷെയർ ചെയ്ത് തരും. അടുത്ത പ്രോജക്റ്റിനുള്ള ഐഡിയ മാഡം ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞു. മാഡം തന്നെ ഇവിടെ പറയും. മാഡത്തിനെ പ്രത്യേകം ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മുടെ സ്കൂളിനോടൊപ്പം ഏതൊരവസരത്തിലും ചേർന്ന് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ കഴിവുകളെ കണ്ടറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളോട് എപ്പോഴും പറയും അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കണം, ഇങ്ങനെ ചെയ്യിപ്പിക്കണം, അവർക്ക് ആ കഴിവുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ ഒരു വേദി ഇത്രയും ധന്യമാക്കാൻ ഇടയാക്കിയ, അഭിമാനപരമായിട്ട് ഞാൻ പറയുന്നു, ആ ഒരു നിമിഷത്തിന് ഈ ഒരു സ്കൂളിന് നമുക്ക് പ്രചോദനം നൽകിയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീമതി രൂപ ജോർജ് മാഡത്തിനെ വളരെ സ്നേഹത്തോടുകൂടി, അതിനുപരി സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഇപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. കാരണം ഈ വർഷം നമുക്കറിയാം, ഈ വർഷം തുടങ്ങിയപ്പോൾ ഫെബ്രുവരി മാസത്തില് ഒരു ബുക്ക് റീഡിംഗ് ക്ലബിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ ധാരാളം പുസ്തകങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ പുസ്തകത്തെ കുറിച്ചുള്ള അറിവുകൾ പങ്കിടുകയും അതിന്റെ ഓരോ പുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ, ബെന്യാമിന്റെ, അങ്ങനെ നിരവധി എഴുത്തുകാരുടെ ഒക്കെ രാമായണം, മഹാഭാരതം, നിങ്ങൾക്ക് ഇഷ്ടവും നിങ്ങൾക്ക് താല്പര്യമുള്ള പുസ്തകങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ഓരോരുത്തരും വന്ന് നിങ്ങളുടെ അറിവ് പങ്കിട്ട സമയത്ത് എനിക്ക് വേറെ സന്തോഷം തോന്നി. ഇപ്പൊ നമ്മൾ ജൂലൈയിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഒരു ആശയം, അതായത് നിങ്ങളിവിടെ കൂടുതലും അന്യ സംസ്ഥാനത്ത് നിന്നുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളത്തിൻ്റെതായിട്ടുള്ള ആ ഒരു റിച്ച് ലിറ്ററേച്ചർ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ ഇവിടുത്തെ ലിറ്റററി സെക്ഷന്റെ ആ ഒരു സമ്പത്തിനെ കുറിച്ചും മഹത്വത്തെ കുറിച്ചും ഒക്കെ അറിയാനായിട്ട് വരും. അപ്പൊ അത് നമുക്ക് അത് ഉടനെ തന്നെ ഇവിടെയുള്ള ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഏതൊരു സ്വപ്നവും സാക്ഷാത്കരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് സ്വപ്നം കാണുമ്പോഴാണ്. നമ്മൾ ഒറ്റയ്ക്ക്, ഇവിടെ നേരത്തെ പറഞ്ഞു നല്ല സൗഹൃദങ്ങളുടെയൊക്കെ കാര്യം, ഒറ്റയ്ക്ക് നമ്മൾ സ്വപ്നം കാണുമ്പോൾ അതൊരു സ്വപ്നം മാത്രമായിരിക്കും. അങ്ങനെ ഒരുമിച്ച് നമ്മൾ എല്ലാവരും
ഇവിടെയുള്ള അധ്യാപകരും മാനേജ്മെന്റും നിങ്ങൾ കുട്ടികൾ എല്ലാവരും എഫേർട്ട് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ യാഥാർത്ഥ്യമായത്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. പറഞ്ഞതുപോലെ ഇവിടെ ആനുവൽ ഡേക്ക് നമ്മൾ ആ പുസ്തകത്തിന്റെ TDM ഹാളില് അത് ജസ്റ്റ് അപ്പോൾ എഴുതിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുൻപാണ് ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞത്, ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ഇതൊരു പരിപാടിയായിട്ട് നടത്തണം. അപ്പൊ അതിന് എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നത് അത് വളരെയധികം താല്പര്യത്തോടുകൂടി അതാദ്യം ഏറ്റെടുക്കുകയും അപ്പൊ അത് ഇത്രയധികം വിജയകരമാവുകയും ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷൻ കാരണമാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതിയ പ്രിയ ഇവിടെ ഇന്ന് ഈ ഒരു പരിപാടിയിൽ വന്നിരിക്കുന്നത് ഏറെ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഒട്ടേറെ കുട്ടികളുടെ ഇടയിലൊക്കെയുള്ള ലിറ്റററി വർക്ക് ചെയ്യുന്ന ആ ഒരു അത്രയും മഹത്തായിട്ടുള്ള ഒരു എഴുത്തുകാരി. അപ്പൊ അവരുടെ സാന്നിധ്യം ഈ ഒരു പരിപാടിക്ക് ഏറെ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അത് പ്രിയ സ്വീകരിക്കുകയും ആര്യം എഴുതിയ ആ പുസ്തകം പ്രിയ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ ഒരു പരിപാടിക്ക് അതിൻ്റെ അർത്ഥം കൂടുന്നു എന്ന് മാത്രമല്ല, ഞാൻ നിരവധി സജഷൻസും കൊടുത്തിരുന്നു. അതായത് ഈ ഓണം വരുമ്പോൾ ഓണത്തിന്റെ ഐതിഹ്യം നിങ്ങൾ ആ കഥ നിങ്ങൾ അത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുകയും ആ ഒരു കഥ നിങ്ങൾ എഴുതുകയും ഹിന്ദിയിൽ എഴുതുകയും അതിന്റെ ചിത്രങ്ങൾ സഹിതം ഒക്കെ ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ പൈതൃകത്തെ കുറിച്ചും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചും നമ്മുടെ ഐതിഹ്യങ്ങളെ കുറിച്ചും ഒക്കെ വലിയൊരു അറിവും ഒക്കെയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ 3ാം ഘട്ടമായിട്ട് കേരള പിറവിയും വരുന്നുണ്ട് നവംബറിൽ. അപ്പൊ അതിലും നമ്മുടെ ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ആർട്ട് ഫോംസ്, തെയ്യം, ഓട്ടംതുള്ളൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് വരച്ച് നമുക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയും താല്പര്യവും ഒക്കെ കണ്ടെത്താനും അത് വളർത്താനും ഒക്കെ സാധിക്കും. കാരണം ഇന്നത്തെ ലോകത്ത് ധാരാളം സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ കണ്ണു തുറന്ന് കാണേണ്ടത് കാണുകയും ചെവികൾ തുറന്ന് കേൾക്കേണ്ടത് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്, ഒരു തുറന്ന മനസ്സ് ഉള്ളപ്പോഴാണ് നമുക്ക് എല്ലാം സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സാന്നിധ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമാവട്ടെ. ഞാൻ ശരിക്കും സ്കൂളിലെ ടീച്ചേഴ്സിനെയും മാനേജ്മെന്റിനെയും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. ഇങ്ങനെയുള്ള ഒരു ഇനീഷ്യേറ്റീവില് അത് ടേക്ക് ഓവർ ചെയ്ത് ഇത്രയും മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്നും ഇനിയും ഒരുപാട് എഴുത്തുകാരും അതുപോലെ തന്നെ ഇവിടെ അരുന്ധതി റോയുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ ബുക്കർ പ്രൈസിനൊക്കെ അർഹതയുള്ള ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം. ഒരു ടിക്കറ്റ് എടുത്താലേ ലോട്ടറി കിട്ടത്തുള്ളൂ. ടിക്കറ്റ് എടുക്കാതെ ആർക്കും ഇതുവരെ ലോട്ടറിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിശ്രമം ചെയ്താൽ, എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന ഓരോ പരിശ്രമങ്ങൾ വിജയകരമാവുള്ളൂ. അപ്പൊ നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ എല്ലാവിധ നന്മകൾ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമൃദ്ധിയായിട്ട് നൽകട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മൾ ഏറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനകരമായി ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പുസ്തക പ്രകാശന വേദിയിലേക്ക് ഞാൻ പ്രമുഖ സാഹിത്യകാരിയായ പ്രിയ എസ് മേനത്തിനെയും അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥിനിയായ ആര്യൻ ഠാക്കൂറിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യും.
ഈ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനെ താങ്ക് യു പറയുന്നു. बहुत बहुत धन्यवाद, क्योंकि हम लोग हिंदी वाले हैं, मुझे मलयालम नहीं आता है, तो मैं मलयालम नहीं बोल पा रही हूँ. और बहुत बहुत धन्यवाद कि मेरा बेटा ने एक मलयालम को बुक को पूरा हिंदी में ट्रांसलेशन किया है. सो सभी टीचर का बहुत बहुत दिल से धन्यवाद, और ज्योति टीचर का स्पेशली, क्योंकि इन्होंने बहुत ज़्यादा आर्यन को सपोर्ट किया है. सो थैंक यू सो मच आप सभी का, और आर्यन को इतना अच्छा मैं तो चाहती हूँ आर्यन और भी अच्छा काम करें. बहुत बहुत धन्यवाद एवरीवन, सभी टीचर को बहुत बहुत शुक्रिया.